കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിക്കാൻ മറന്നുപോയ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ കൂടെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ ഷോപ്പിങ്ങിന് മക്കളെ കൂട്ടുന്നില്ല. കാരണം കഴിഞ്ഞ ഷോപ്പിങ്ങിന് പോയിട്ട് അയാനും അയ്യമായ ഒരു സ്വസ്ഥത നമുക്ക് തന്നിട്ടില്ല. പോകുന്ന പോക്കിന് വീണ്ടും എൻ്റെ കണ്ണിൽ എന്തോ വീണു. ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുക. കണ്ണിൽ എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഇന്നത്തെ ഷോപ്പിംഗ് ഞാനും ഉമ്മച്ചിയും കൂടെയാണ് കേട്ടോ. ആദ്യം തന്നെ കൃഷ്ണാസിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ ബ്ലൗസ് പീസാണ് കേട്ടോ വാങ്ങിക്കാനുള്ളത്. കുറേ സാരികൾ ബ്ലൗസ് പീസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കി നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ നേരെ മേളിലോട്ട് വന്നിട്ടോ നിറയെ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര കളക്ഷനുണ്ട്. പിന്നെ നിറയെ പാവാടയൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല. കാരണം ഇതൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു പോകും. അങ്ങനെ വിട്ടുപോയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കൂടെ വീണ്ടും ഞങ്ങൾ നൈറ്റിയുടെ സെക്ഷനിലോട്ട് വന്നു. നൈറ്റി എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ. ഈ ഡിസ്പ്ലേയിലിട്ടിരിക്കുന്ന നടുക്ക് കിടക്കുന്ന പച്ച കളറിലെ ആ നൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതങ്ങ് പൊക്കി അവിടെ നിന്ന്. എന്ത് ചെയ്യാനാ, പെണ്ണായി പോയില്ലേ. സ്വർണം, തുണി ഇതൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ടും ഒരു ക്രേസ് ഉണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ ഞങ്ങളതേ പരാഗിലോട്ട് വന്നു. അവിടെ വന്നപ്പോൾ നിറയെ 3 പീസ് കളക്ഷൻ ഇരിക്കും. 3 പീസ് തയ്ക്കാനുള്ള തുണികളുടെ കളക്ഷൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ചുരിദാർ പീസസൊക്കെ. പിന്നെ അവിടെ നിന്ന് കുറേ നേരം തപ്പി നിന്നിട്ട് അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അടുത്തത് പോകുന്നത് NJ ബെനിയിലാണ് കേട്ടോ. ആലപ്പുഴയിലെ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. പണ്ട് മുതലേ ഉള്ള കടയാണ് കേട്ടോ. നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ്, അതുപോലെ തന്നെ നല്ല ബെനിയൻ്റെ മെറ്റീരിയൽസിലെ നൈറ്റികൾ, അതുപോലെ തന്നെ നല്ല നല്ല സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ചെന്നപ്പോൾ അവിടെയും എൻ്റെ കണ്ണ് വല്ലാണ്ട് ഉടക്കി. പിന്നെ ഞാൻ എൻ്റെ കണ്ണിനെ പിടിച്ചങ്ങ് നിർത്തി. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി കേട്ടോ. അവിടെ നിന്ന് നല്ല നൈറ്റിയൊക്കെ കിട്ടും. അങ്ങനെ നല്ല കമ്പനി നൈറ്റിയൊക്കെ കുറച്ചൊക്കെ നോക്കി. എന്നിട്ട് 1-2 വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പോകാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. ഇന്ന് മെയിനായിട്ട് ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം മുളക്, മല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീർന്നുമായിരുന്നു, പൊടികൾ. അപ്പോൾ അതെല്ലാം ഒന്ന് വാങ്ങിച്ച് ഉണക്കി പൊടിപ്പിക്കണം. അത് നല്ലത് സാധനം കിട്ടണമെങ്കിൽ ഈ ഷോപ്പിൽ തന്നെ വരണം കേട്ടോ, പ്രീമിയറിൽ. ഇതും ആലപ്പുഴയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ പോയി ആദ്യം തന്നെ 1 കിലോ പിരിയൻ മുളകും അല്ലാതെ 1 കിലോ നോർമൽ മുളകും ഒക്കെ വാങ്ങിച്ച് അതങ്ങ് എടുത്തു. ഇല്ലെങ്കിൽ പിന്നെ ഇറങ്ങുമ്പോൾ ആ കാര്യം അങ്ങ് വിട്ടുപോകും. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, നോമ്പായ പിന്നെ സവാള, പഞ്ചസാര ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ചിലവ് കൂടുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി ആവശ്യമുള്ളതൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ ഐറ്റം ഉണ്ടല്ലോ, നമ്മുടെ വെളിച്ചെണ്ണ, അത് വാങ്ങിച്ചു. പിന്നെ മല്ലി മറന്നു പോകാൻ പാടില്ലല്ലോ, മുളക് മല്ലിയുമാണല്ലോ ഉപയോഗിക്കുക. പിന്നെ പഴയ കാലത്തെ മിഠായികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് 2 വാങ്ങിച്ച് ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് നേരെ ബില്ലടിക്കാൻ പോയി. അപ്പോൾ ഈ ബില്ലടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിച്ചു. നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ 2 പേരും അപ്പുറം ഇപ്പുറം ഇരുന്ന് ഫോണും ടാബും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.